ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ഏകാവലിയെ ഏകവീരന് ഭാര്യയായി കിട്ടിയത്. ഹേഹയ വംശസ്ഥാപകനാണ് ഏകവീര രാജാവ്. കുതിരയുടെ മകനായി പിറന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഹേഹയൻ എന്ന പേരുണ്ടായി. അദ്ദേഹത്തെ കുറിച്ച് ഉള്ളതാണ് ഈ കഥ. ഒരിക്കൽ ഇന്ദ്രൻ്റെ സുഹൃത്തായ രേവന്തൻ വൈകുണ്ഠത്തിലെത്തി. വിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മി സുന്ദരനായ രേവന്തനെ കണ്ട് മോഹത്തോടെ നോക്കി നിന്നു. ദേവി അന്നേരം വിഷ്ണുവിനെ തന്നെ മറന്നുപോയി. അത് കണ്ട് വിഷ്ണു മഹാലക്ഷ്മിയെ ശപിച്ചു. മഹാലക്ഷ്മി ഒരു പെൺകുതിരയായി ഭൂമിയിൽ പിറക്കട്ടെ, അതായിരുന്നു ശാപം. എനിക്ക് തുല്യനായ ഒരു പുത്രൻ നിനക്ക് ജനിച്ചാൽ നീ വീണ്ടും വൈകുണ്ഠത്തിലെത്തും. മഹാവിഷ്ണു മഹാലക്ഷ്മിക്ക് ശാപമോക്ഷം വാഗ്ദാനം ചെയ്തു. ശാപം കിട്ടി അധിക സമയം ആകുന്നതിന് മുമ്പ് മഹാലക്ഷ്മി ഒരു പെൺകുതിരയായി തീർന്നു, ഭൂമിയിൽ ചെന്ന് പിറന്നു. ദേവി ഉടനെ ഒരു വനത്തിൽ തപസ് തുടങ്ങി. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് നീ തപസ് ചെയ്യുന്നത്? ശിവൻ ചോദിച്ചു. ലക്ഷ്മി ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ചു. ശിവൻ ലക്ഷ്മിയെ രക്ഷിക്കാമെന്ന് ഏറ്റു. വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ശിവൻ വിഷ്ണുവിനെ ഒരു കുതിരയാക്കി ഭൂമിയിലേക്ക് വിട്ടു. ആൺകുതിരയായ വിഷ്ണു പെൺകുതിരയായ ലക്ഷ്മിയുടെ സമീപത്തെത്തി. ലക്ഷ്മിക്ക് സമാധാനമായി. വിഷ്ണുവിനെ വീണ്ടും കൂടെ കിട്ടിയതിൽ ലക്ഷ്മി അതിയായി സന്തോഷിച്ചു. അവർ ഇരുവരും വനത്തിൽ ക്രീഡിച്ചു നടന്നു. അങ്ങനെയിരിക്കെ അവർക്കൊരു കുഞ്ഞുണ്ടായി. സുന്ദരനായ ഒരു ആൺകുട്ടി. കുതിരയുടെ പര്യായമാണ് ഹയം. ഹയത്തിൽ നിന്നും ജനിച്ചതിനാൽ കുട്ടിയെ എല്ലാവരും ഹേ ഹയൻ എന്ന് വിളിച്ചു. കുട്ടി ജനിച്ചതോടെ ആൺകുതിര മഹാവിഷ്ണുവായും പെൺകുതിര മഹാലക്ഷ്മിയുമായി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ഹേഹയൻ വനത്തിൽ ഏകനായി വളർന്നു. ശതജിത്ത് എന്ന രാജാവ് ഏകനായി വളരുന്ന ആ കുട്ടിയെ കൊണ്ടുപോയി ഏകവീരനെന്ന് പേരിട്ട് വളർത്തി. രബ്യനെന്ന രാജാവിൻ്റെ സുന്ദരിയായ പുത്രിയാണ് ഏകാവലി. അവൾ ഒരിക്കൽ താമരപ്പൂ പറിക്കാൻ ഗംഗയിലിറങ്ങി. അപ്പോൾ കാലകേതു എന്ന അസുരൻ അവളെ പിടിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ഏകവലിയുടെ തോഴി അവിടെ ഇരുന്ന് മുറവിളി കൂട്ടി. ഓർക്കാപ്പുറത്ത് അവിടെ സമാഗതനായ ഏകവീരൻ ഉടനെ പാതാളത്തിൽ എത്തി. ഏകവീരൻ കാലകേതുമായി യുദ്ധം ചെയ്ത് പാതാളത്തിൽ നിന്ന് ഏകാവലിയെ മോചിപ്പിച്ചു. അദ്ദേഹം ആ സുന്ദരിയായ അവളെ അവളുടെ അച്ഛൻ രബ്യമഹാരാജാവിൻ്റെ അടുത്തെത്തിച്ചു. രബ്യമഹാരാജാവ് ഏകവീരൻ്റെ വീരപ്രവൃത്തിയിൽ അതീവ സന്തുഷ്ടനായി. അദ്ദേഹം തൻ്റെ മകൾ ഏകാവലിയെ ഏകവീരന് വിവാഹം ചെയ്തു കൊടുത്തു. ഇതാണ് കഥ. ഓം നമോ ഭഗവതേ വാസുദേവായ.